ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാനിതൊന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തന്നെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തട്ട് ഞാനൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളമാണ് ആദ്യം തന്നെ വെക്കേണ്ടത്. ഇപ്പുറത്ത് വീട്ടിൽ ആയിട്ടുണ്ട്. അപ്പോഴത്തേനിപ്പോൾ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചോറിന് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ തട്ടും ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ നാളികേര ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും ഉള്ളി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വെന്തതിന് ശേഷം കഷ്ണങ്ങളിട്ട് സാമ്പാർ പൊടിയും പുളിയൊക്കെ ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ഞാൻ അവിയലിനുള്ളതാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 2 പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ടാണ് വേവിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ നാളികേരം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്തിട്ടാണ് ഒതുക്കിയെടുത്തത് കേട്ടോ. ഇനി അതൊന്ന് വെന്തതിന് ശേഷം ഞാൻ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തൈരൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണാണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ കുറവായ കാരണം 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വന്നിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിയലും ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ അവിയലും കാബേജ് ഉപ്പേരിയും പിന്നെ നമ്മുടെ എന്താ പറയുക ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയുടെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കയറി കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ, ഉപ്പേരി, അവിയൽ, പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും പിന്നെ പപ്പടം കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം ഇന്നലെ വറുത്ത് വെച്ച് ഇന്നലെ വൈകുന്നേരം വറുത്ത പപ്പടം കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ വറുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നതൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സേമിയ പായസം കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തൊട്ടപ്പുറത്തുള്ള ചേച്ചി കൊണ്ടുതന്നതാണ്. വിഷുക്കട്ട ഉണ്ടാക്കിയപ്പോൾ രാവിലെ തന്നെ കൊണ്ടുതന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പാത്തൂസിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവൾക്ക് വിഷുവിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിനെ മര്യാദയ്ക്ക് ഡ്രസ്സ് മാറിയിട്ടൊന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ഇത് നാത്തും കൊണ്ടുവന്നതാണ് കേട്ടോ വിഷുവിനായിട്ട്. അപ്പോൾ 3 ആൾക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഡാപ്പിക്ക് ഈ റെഡ് ടീഷർട്ടും ദിലുവിന് ഒരു പീച്ച് കളറ് ടീഷർട്ടുമാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ പാത്തൂസിന് ഉടുപ്പ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിഷുവിൻ്റെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.